ഇഷമിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ടീന. ഞാൻ ഈ പ്രാവശ്യത്തെ ബൈബിൾ മാരത്തോൺ റീഡിങ്ങിലുണ്ടായിരുന്നു. എനിക്ക് ബൈബിൾ മാരത്തോൺ റീഡിങ് വായിക്കുന്ന മുന്നേ റോസിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കുമ്പസാരിച്ച് കുർബാനയും കണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ബൈബിൾ വായിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ സാറ്റർഡേ ബൈബിൾ റീഡിങ്ങിന് വേണ്ടിയിട്ട് കുമ്പസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരുങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുമ്പസാരിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോളുണ്ടായിരുന്നു. എൻ്റെ മോളോട് ഞാൻ കുമ്പസാരിക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കുമ്പസാരിക്കുന്നില്ല, ഞാൻ ഇപ്പോൾ കുമ്പസാരിച്ചിട്ട് അധികം ആയിട്ടില്ല, ഈസ്റ്ററിന് മുൻപുള്ള കുമ്പസാരം നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ അവൾ എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പ് ചെയ്ത് പോയി. ഞാൻ കുമ്പസാരിച്ചിട്ട് തിരിച്ചു പോന്നു. ഞാൻ തിരിച്ചു പോരണ കണ്ടപ്പോൾ അവളും പോയി കുമ്പസാരിച്ചു. എന്നിട്ട് എൻ്റെ കൂടെ പോന്നു. അവൾ കുമ്പസാരിച്ച് പോരണ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ അവളെ ഒരുക്കിയിരിക്കുകയെന്ന് എൻ്റെ ഉള്ളിൽ ആരോ ഒന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ഞങ്ങൾ മൺഡേ ബൈബിൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ബൈബിൾ റീഡിങ് ചെയ്തു. ട്യൂസ്ഡേ ആയപ്പോൾ എനിക്കൊരു ഫ്യൂണറൽ സെറമണി ഉണ്ടായിരുന്നു. 4 മണിക്കായിരുന്നു ആ ഫ്യൂണറൽ സെറമണി. എൻ്റെ വായനയാണെങ്കിൽ 5 മണിക്കായിരുന്നു. ഞാൻ റോസ് സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ടൈം മാറ്റി തരാൻ പറ്റുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ വീണ്ടും പറഞ്ഞു, നീ നിൻ്റെ മോളുടെ അടുത്ത് പോയി ചോദിക്കുക, എന്നിട്ട് നീ റിക്വസ്റ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അടുത്ത മൊമെൻ്റ് തന്നെ അവൾ പറഞ്ഞു, ഞാൻ വായിച്ചുകൊണ്ട് മമ്മി പൊക്കോ, മമ്മി പേടിക്കാൻ്റെ മമ്മി പൊക്കോന്ന്. ഞാൻ എപ്പോഴും അവളുടെ അടുത്ത് പറയാറുണ്ട് ബൈബിൾ റീഡ് ചെയ്യാനായിട്ട്. പക്ഷെ അവൾ ബൈബിൾ റീഡ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് പേടിയാണ്, അങ്ങനെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞവൾ എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായി പോവാറാണ് പതിവ്. ഇത് അടുത്ത മൂമെൻ്റ് അവളത് പറഞ്ഞപ്പോൾ എനിക്ക് 1000 സന്തോഷമായി. ദൈവത്തിന് 1000 നന്ദി, ദൈവത്തിന് 1000 സ്തുതി. അവളത് അന്നത്തെ ദിവസം അത് വായിക്കുകയും ചെയ്തു, അവളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവത്തിന് 1000 നന്ദി. ദൈവം എനിക്ക് അപ്പം ആ നേരത്തെ ഒരു ബൈബിൾ വാചനാണ് ഓർമ്മ വന്നത്. മാർക്കോസ് 1-ാം അധ്യായത്തിൽ 3-ാം വാക്യം, ഇതാ നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും, അവൻ നിന്റെ വഴി ഒരുക്കും. ദൂതനെ അയച്ച് ഒരുക്കിയിരിക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇതായിരുന്നു അവളെ ഒരുക്കിയതെന്ന് മനസ്സിലായി. വെളിപ്പെടുത്തി തന്നെ ദൈവത്തിന് 1000 നന്ദി, 1000 സ്തുതി. യേശുവേ സ്തോത്രം.